നമ്മുടെ നിയമസഭാ കലണ്ടറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. കാര്യോപദേശ സമിതി അംഗീകരിച്ച സമയക്രമത്തിലും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ തികച്ചും നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ ധനകാര്യ ബിൽ അവസാന ഘട്ടത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒളിച്ചു കടത്തലാണ് ഉണ്ടായത്. KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ചില മദ്യക്കമ്പനികളെ സഹായിക്കുക, ഇതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. ഇതിനെയാണ് ക്രോം പ്രശ്നത്തിലൂടെ പ്രതിപക്ഷം എതിർത്തത്. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസ്സാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്റ്റ് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. സഭാ സമ്മേളനം ഇത്തരമൊരു നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. ഒരു കാണാൻ കഴിയുന്ന കാര്യം, ഇത്തരമൊരു ബില്ല് പാസ്സാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയായിരുന്നു. ഇവിടെ വ്യക്തമാകുന്ന കാര്യം, മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. വലിയ കടുംപിടുത്തമാണ് ഈ കാര്യത്തിലുണ്ടായത്. ഏത് മാർഗത്തിലൂടെയും ഈ പറയുന്ന മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്ന വാശിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ ഈ ഇളവോടുകൂടി, നികുതി ഇളവോടുകൂടി വരാൻ പോകുന്ന കാര്യം സമൂഹത്തിലാകെ വൻതോതിലുള്ള മദ്യവ്യാപനം ഉണ്ടാകുമെന്നതാണ്. വില കുറഞ്ഞ രീതിയിൽ മദ്യം ലഭ്യമാകുന്ന നിലയാണുണ്ടാവുക. ഇവിടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നൊരു കാര്യം, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നത്, ബജറ്റിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നെങ്കിലും അത് UDF ആണ് അവസാന തീരുമാനമെടുക്കുക. UDFൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യം നടപ്പാക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. UDF വേണ്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളത് വേണ്ടെന്നും വെക്കും. ഇതെല്ലാം നിയമസഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ പ്രഹസനമാക്കി മാറ്റുന്ന നിലയാണുണ്ടായത്. നൽകിയ ഉറപ്പ്, പരസ്യമായി നൽകിയ ഉറപ്പ്, അതൊന്നും പാലിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പിന്നീട് കണ്ടത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇതേ രീതിയിൽ ധനകാര്യ ബിൽ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ UDF ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? ഇത് നിയമസഭ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരമൊരു കാര്യത്തിൽ സാധാരണ നിലക്ക്
ഏതൊരു സർക്കാരും സ്വീകരിക്കുന്ന ഇന്നത്തെ കാലത്തെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് ഒന്ന് മന്ത്രിസഭയെ അറിയാമെന്നുള്ളതാണ്. അതിനു മുൻപ് ഇതുപോലൊരു പ്രധാന തീരുമാനമാകുമ്പോൾ ബന്ധപ്പെട്ട പാർട്ടികളിലും ചർച്ച ചെയ്യും. മുന്നണി സംവിധാനമാകുമ്പോൾ മുന്നണിയിലും ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെയൊന്നും ഒരു ചർച്ചയുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിലിരിക്കുന്നവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടേയില്ല, മുഖ്യമന്ത്രി ഒഴികെ. അപ്പോൾ അത് വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന്, വിവിധ മത സാമുദായിക സംഘടനകളിൽ നിന്ന്, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വന്നത്. പക്ഷേ അതൊന്നും വകവെക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത്.